സുഹൃത്തുക്കളെ നമസ്കാരം, സുഖല്ലേ? ശരി, ഇന്ന് അടിപൊളി ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. അടിപൊളി വണ്ടി, ഒരു രാജാവ് രാജകീയമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. GMC യൂക്കൺ 2024 24 ആണ്. ഓക്കെ, നമുക്ക് ഫീച്ചർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വെക്കാം, ലാഗ് ആവുന്നില്ല. നമുക്കിത് ഫസ്റ്റ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള റിമോട്ടിന്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇതാ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഇതിന്റെ മുകളിൽ ഇതാ. ഇതിന്റെ മുകളിൽ തന്നെ റിമോട്ടിന്റെ മുകളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കുറച്ച് ദൂരത്ത് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ, ഇപ്പൊ ചൂട് സമയമാണ്, ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് AC ചാരുമായിരിക്കും. അപ്പൊ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ വണ്ടി കൂളിംഗ് കിടക്കും. ഓക്കെ, നമുക്ക് പോവാം. അപ്പൊ നമ്മൾ റിമോട്ടിൽ ഡബിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ട സ്ക്രീൻ ഇങ്ങനെ ഉണ്ടാവും. വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും, AC ചാലു ആയിരിക്കും എന്നുള്ളത് വെച്ചാൽ ബാക്കി ഒരു ഫംഗ്ഷനും ചാലു ആയിരിക്കില്ല. പിന്നെ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ സാധാ ഇതില് ബട്ടണിന്റെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇതാ വണ്ടി നോർമലിലേക്ക് മാറിയപ്പോ. ഓക്കെ, ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, പക്ഷെ നോർമലിലാണ് ഉള്ളത്. നമ്മൾ വണ്ടി എങ്ങനെയാണ് വന്ന് സെൽഫ് സ്റ്റാർട്ട് അടിക്കുക, ബട്ടൺ സ്റ്റാർട്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാകുക എന്നുള്ള ആ നിലയ്ക്കുള്ള കണ്ടീഷനിലേക്ക് ഇതാ ഇപ്പോഴാണ് പോയത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. എഞ്ചിൻ ഓണും ഓഫും ഒരേ ഇതാണ്. ഇതാ സ്റ്റാർട്ട് എഞ്ചിന് സ്റ്റോപ്പ് ചെയ്യുന്നതും ഇതേ ഇതിൽ തന്നെ. ഓക്കെ, ഇതിപ്പോ നമ്മൾ വന്ന് ബട്ടൺ അടിക്ക് അടിച്ചപ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കാനുള്ള കാരണം നമ്മൾ ഓട്ടോമാറ്റിക് പുറത്തുനിന്ന് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്കിത് ഇതിന്റെ ഫംഗ്ഷനുകൾ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നല്ല അടിപൊളി ഇന്റീരിയർ ഡിസൈനാണ്. മൂവിങ് നോക്കാം, ഇതിന്റെ മറ്റു ഗിയർ സിസ്റ്റങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ ഇതിങ്ങനെയാണ് ഇതിന്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഇതിപ്പോ പാർക്കിലാണുള്ളത്, ഇത് റിവേഴ്സിലാണുള്ളത്. റിവേഴ്സ് ഇതാ, ക്യാമറ ഒക്കെ വർക്കിംഗ് ആണ്. നല്ല നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് നല്ല ഇതിൽ കാണാൻ പറ്റിയ രീതിയിലുള്ള റിവേഴ്സ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അതുപോലെ ന്യൂട്രൽ ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുക ചെയ്യേണ്ടത്. റിവേഴ്സും ഈ നമ്മളെ ഗിയർ ഇത് ഇങ്ങനെ വരളതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, റെഡിലാണ് വരിക. മറ്റുള്ള ഗിയറുകളൊക്കെ പച്ചയിലാണ് നമുക്ക് പോകുന്നത്, ഇത് റെഡിലാണ് വരിക. ഓക്കെ, ഇത് നമുക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, എന്താ സുഖം എന്നറിയോ, വണ്ടി ഓടിക്കാനും ഇതിൽ യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പൊ ബക്കിൾ പാസഞ്ചർ എന്ന് പറഞ്ഞ സീറ്റ് ബെൽറ്റ്, അപ്പൊ നമ്മളെ കൂടെയുള്ള നമ്മളെ ക്യാമറമാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തോണ്ടാണ് ആ അലാറം വരുന്നത്. സീറ്റ് ബെൽറ്റ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നത് വരെ ഇത് അടിഞ്ഞിട്ടേ ഇരിക്കും, അതൊരു വാണിംഗ് തരുന്നതാണ്. അതുപോലെ ഡ്രൈവർ ഇട്ടിട്ടില്ലെങ്കിലും എന്തുണ്ടെങ്കിലും ഇതിൽ സ്ക്രീനിൽ വരും. എന്ത് ഒരു വണ്ടിന്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നം നമ്മൾക്ക് സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. ഇതിനും നമ്മുടെ ക്രൂഷ്യൽ സിസ്റ്റം ഇതിനും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഹൈവേകളിലേക്ക് പോകുമ്പോൾ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ അതേ വിഷയം തിന്നാത്തതുകൊണ്ട് അതിന് നമ്മളിതാ ഇവിടെ ഈ ഒരു പ്രസ് ചെയ്തിട്ടാൽ മതി. ഏത് സ്പീഡിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ഇത് സ്പീഡ് ഇതാക്കിയിടുക. ക്രൂസർ ടെമ്പിളാണ് അതാ കാണുന്ന ആ ഒരു ടൈമർ, ഒരു സ്പീഡ് ടൈമർ പോലെ കാണുന്ന അതാണ് ക്രൂസറിൻ്റെ അത്ര മുകളിൽ കാണുന്നത്. ആ സ്പീഡ് ഇതിന്റെ മുകളിൽ കാണുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓഫ് ആക്കിയാൽ കഴിഞ്ഞതാ. ഇതാണ് അതിന്റെ സിസ്റ്റം. AC കാര്യങ്ങളൊക്കെ മറ്റു സാധാരണ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള സിസ്റ്റങ്ങളൊന്നുമില്ല. ഇത് ഓഡിയോത്തിന്റെ ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ മ്യൂസിക് സിസ്റ്റം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൈന്റെ മുകളിൽ തന്നെ ഇവിടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് സ്ക്രീനിലേക്കോ മറ്റു നോബിന്റെ മുകളിലേക്കോ നമ്മൾ പോകേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഈ സ്ക്രീൻ ഇവിടെ നമ്മളെ ഈ 2 വിരലുകൾ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ വ്യത്യസ്തമായിട്ടുള്ള ഇതിന്റെ വേറൊരു പ്രത്യേകത തന്നെ GMCക്ക് മാത്രം വരുന്നതാണ്. ഇത് ഈ ഇൻഡിക്കേറ്ററും വൈപ്പറും 2 സൈഡിലായിട്ട് വരിക, 2 പെഡലായിട്ട് ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇത് ഒരൊറ്റ ഇതിലാണ് വരുന്നത്. ഈ ഒരൊറ്റ ഇതിന്റെ മുകളിൽ തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിലേക്ക് പോകും. ഇതിന്റെ മുകളിൽ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഇതിങ്ങനെ നോബ് തിരിക്കുന്ന സമയത്താണ് ഇത് വാട്ടർ, അതേപോലെ ഇത് വൈപ്പർ അടിക്കുമ്പോൾ വെള്ളം വരുന്നതാ. ഓക്കെ, അത് വൈപ്പർ അത് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക് വൈപ്പർ അടിഞ്ഞോളൂ. അതുപോലെ വൈപ്പർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് പോലെ ഓഫ്
ഓഫ് റോഡിൽ നമ്മൾ ഏതെങ്കിലും ഇതിൽ വിടുമ്പോൾ ഒരു ബട്ടണാണിത്. ഇത് നമ്മൾ മെയിൻ റോഡിൽ തന്നെ പോകുന്ന സമയത്ത് ട്രാക്ക് അലാറം അടിയുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇതുള്ളത്. പിന്നെ പാർക്ക് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഇത് പ്രത്യേകിച്ച് ഇടേണ്ട ആ ഒരു ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിങ്ങിൽ ഇറക്കത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് പാർക്ക് ആവും. ഇനി അഥവാ നമുക്ക് ന്യൂട്രൽ ഇട്ടിട്ട് പാർക്ക് ചെയ്യണമെങ്കിൽ മാത്രം ഈ പാർക്ക് ഇവിടെ അടിച്ചാൽ മതി. പിന്നെ മറ്റേത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് ആവുന്നതാണ്. നമ്മൾ സിഗ്നലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഓഫ് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നവരെ മാത്രം വീണ്ടും അത് സ്റ്റാർട്ട് ആവും. ഇതാണ് ലൈറ്റിന്റെ ബട്ടൺ വരുന്നത്. ലൈറ്റിന്റെ ബട്ടൺ ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അഥവാ നമുക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എവിടെയെങ്കിലും രാത്രി സമയത്തൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല. ഇത് ഓട്ടോ ഗ്ലാസ് വിൻഡോ ഗ്ലാസ് ലോക്ക് ആക്കുന്നതാണ്. ഇത് ലോക്ക് ആക്കിയിട്ട അപ്പോൾ നമുക്ക് കഴിയാം. ഇത് മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഏതാണോ നമുക്ക് ഉള്ളിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ അത് മാത്രം ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡിൽ മിററാണ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പ്രസ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ബാക്ക്. ഓക്കെ, ഓഫ് ആക്കിയിട്ട് ഓക്കെ. സീറ്റിൻ്റെത് ലക്ഷറി വണ്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അതേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ളത് ബാക്കിലേക്കുള്ളത് നമുക്ക് ചാരുന്നത് അങ്ങോട്ട് മുന്നോട്ട് ബാക്കോട്ട്. പിന്നെ അതുപോലെ നമ്മളെ ഈ കുഷ്യന്റെ ഇവിടുന്ന് വരുന്ന ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് മാത്രം ഉള്ളു വരുന്നത്. ഇത്ര സിസ്റ്റങ്ങൾ ഇതിന്റെ മുകളിൽ സീറ്റിന് മുകളിലുള്ളൂ. ഇത് പെട്രോൾ ടാങ്ക് തുറക്കുന്ന അങ്ങനെ ഇത് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. പ്രസ് ചെയ്യാം. ഇനിയിപ്പോ നമുക്കിത് 7 സീറ്റർ ആണ്. 7 സീറ്റർ ആകുമ്പോൾ 3 ആൾ ഇവിടെ കയറാം. ഇനി ബാക്കിലേക്ക് ആൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇത് മുന്നോട്ടാക്കിയിട്ട് അതൊക്കെ ആക്കിയാൽ മറിച്ചാൽ ആൾക്കുള്ളിലേക്ക് കയറി പോകാം. അതുപോലെ തന്നെ ലോക്ക് വെക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഏറ്റവും ഉപകാരപ്പെട്ട വേറൊരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. വളരെ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഇതൊരു ഫ്രിഡ്ജാണ്. കേട്ടതാ, നല്ല തണുത്ത വെള്ളങ്ങൾ, നല്ല ജ്യൂസൊക്കെ നല്ല തണുപ്പ് കിടക്കുന്നതാ. അതേപോലെ നമ്മളെ കയ്യിൽ റിമോട്ട് ഇല്ലെങ്കിൽ നമ്മളിത് തുറന്നാൽ കിട്ടൂല. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ ബാക്ക് തുറക്കുമ്പോൾ നമ്മൾ ഈ വെള്ള പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ബാക്കിൽ നിന്ന് യാത്രക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റിയതില്ലാണ്. AC ക്ലൈമറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. കൂടെ 2 ചാർജറും. ഇത് ഇനി ഒരു ഡോറിന് സിസ്റ്റം, ഡിക്കി തുറക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ സെൻസറിന്റെ ഇതില് ഇത്ര ചെയ്യേണ്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ടത് നമ്മൾ റിമോട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഇവിടെ പോയിട്ട് നല്ലോണം ഇങ്ങനെ ആയിക്കും അതാവും. ഓക്കെ, ലോങ് യാത്രകൾക്കും അതുപോലെ തന്നെ എന്തൊരു സുഖമുള്ള വണ്ടിയാണെന്നറിയാം. വണ്ടി അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കളെ, നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.